ഇന്നത്തെ സാമ്പാർ നല്ലതായിരുന്നല്ലേ? അത്ര വലിയ നല്ലതെന്ന് പറയാനൊന്നുമില്ല. ഞാൻ കായ ഒരിത്തിരി കൂടി പോയാണെങ്കിൽ എനിക്ക് തോന്നി. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചോണോ? എടി കുറ്റം പറയാത്ത രീതിയിലുള്ളൊരു കറി നീ ഉണ്ടാക്കുക. എന്നാ ഞാൻ കുറ്റം പറയാതിരിക്കാം. എന്നിട്ട് അമ്മ 3 കയ്യില് സാമ്പാർ വിളമ്പണ ഞാൻ കണ്ടല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കണ്ടേ സാമ്പാർ ഒഴിക്കാൻ? രാവിലെ തന്നെ തുടങ്ങിയായി രണ്ടാളും കൂടെ. എന്റെ അമ്മയ്ക്കൊന്നും ഉണ്ടായിരുന്നു ഇവിടെ. അയ്യോ ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ ഭാര്യ ഉപദേശിക്കാൻ ആദ്യം. ഏട്ടാ ഇന്നത്തെ സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു? സാമ്പാർ അസലായി. കായ അങ്ങനെ ഉണ്ടായിരുന്നു. കായം കൂടി പോയില്ലേ? കായം കൂടി. ഞാനും പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒന്ന് പറ. കായം കൂടിയിരുന്നു. അതിനെന്താ സംശയം? സാമ്പാർ മൊത്തത്തിൽ നല്ലതായിരുന്നു. അപ്പൊ അതങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അമ്മാങ്ങ. ഹലോ. എന്താ മാമാ? ഞാനിവിടെ ഉണ്ട്. ഇറങ്ങിയില്ല. എന്താടാ എന്താ കാര്യം ചോദിക്കുന്നേ? എന്തേ? ആണോ? എന്തോന്ന്? ആയിക്കോട്ടെ. ആയിക്കോട്ടെ പറയാം. അവൻ ഒറ്റയ്ക്ക് അവിടെ. അതാ എനിക്ക് ശരി. ആയിക്കോട്ടെ. ഒന്നുമില്ല. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആശുപത്രി പോകാനൊന്നുമല്ല. എന്നോട് ഇപ്പൊ തന്നെ ഇറങ്ങണ്ട. വേഗം വരാം. ഇവിടെ ടൗണിൽ എവിടെ ഉണ്ടെന്ന്. അപ്പൊ കാര്യം ഫോണിൽ കൂടി പറഞ്ഞാ പോരെ ഈ അമ്മ? അതെ ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അത് നേരിട്ട് പറയണം, അല്ലാതെ ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവൂലെന്ന്. അമ്മ വരുമ്പോഴേക്കാ തങ്കത്തിനെ കൂടി വിളിച്ചോ. തങ്കത്തിനൂടെ വിളി. തങ്കത്തിനൊന്ന് വിളിക്കാൻ ആരെങ്കിലും. അമ്മ വരുമ്പോഴത്തേന് വിളിക്കാൻ പറഞ്ഞു. അല്ല എന്നാലും എന്നോടും അമ്മയോടും തങ്കത്തിനോടും കൂടെ അമ്മാവയ്ക്ക് എന്ത് കാര്യം പറയാം? ഞാൻ ചായ കൂടി നിർത്തി. കാക്ക മലന്ന് ഉറക്കണ്ടോ നോക്കട്ടെ കേട്ടോ. അല്ല വേണോന്ന് ചോദിച്ചല്ലോ. അല്ലെങ്കിലും ചേട്ടൻ ഇവിടെ വരുമ്പോഴേക്കും ഞാൻ ചോദിക്കാറുണ്ട്. എന്തിനീ ചോദിക്കാൻ നിൽക്കണത്? ഒരു ഗ്ലാസ് എടുത്താൽ നിന്റെ കയ്യിലെ വളം ഊരി പോലും. അമ്മാവന് പാല് കൂട്ടി എടുത്ത് ചായ തുടങ്ങി നിർത്ത്. അതെ ഇനി ഈ അമ്മാവന്റെ മുമ്പിൽ ഇതുപോലെ അങ്ങനെ വല്ല തർക്കം വെക്കാനുണ്ടായി ഞാൻ അപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. നിങ്ങൾക്ക് വരാൻ പോണ ഒരു നല്ല കാര്യം അതോടെ നിൽക്കുള്ള കാര്യം പറഞ്ഞുതരാം. വെറുതെ പിള്ളേർ ഓരോന്ന് പറയുന്നത് നീ വക വയ്ക്കണ്ട. നീ കാര്യം എല്ലാം മതിയായി. തമാശക്ക് പറഞ്ഞത് അത് കാര്യമാക്കണ്ട. അതല്ല എല്ലാം മതിയായി എന്നൊരു മലയാള സിനിമ ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വാർത്തയൊക്കെ കിട്ടിയ സിനിമയാണ്. ഒന്ന് പോവാ. വേറെ വല്ലായിരിക്കും മാറിപ്പോയതാ. അതിന്റെ സംവിധായകൻ ശ്രീജിത്ത് മേനോൻ അറിയുന്നത്? അങ്ങനെ ഒരു സിനിമയില്ല. പിന്നെയാണ് ഇനി അതിന്റെ സംവിധായകൻ. എടി മലയാളത്തിൽ അങ്ങനെ ഒരു സംവിധായകൻ ഉണ്ട്. ആ സംവിധായകൻ ശ്രീജിത്ത് മേനോനും പ്രൊഡക്ഷൻ കൺട്രോളർ പീതാംബരൻ അട്ടപ്പാടിയോ അങ്ങനെ ഒരാളും കൂടിയിട്ട് ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്തിനാ? അമ്മാവനെ സിനിമയിലെടുത്തോ? അല്ല ഈ പ്രായത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? ഒരു കണക്കിന് നല്ലതാ മാവാ. നീ അമ്മാവ് ഏതായാലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. സിനിമയിൽ പോയി കഴിഞ്ഞാൽ വേഗം കല്യാണം നടക്കും. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനല്ല, അവരുടെ പുതിയ പടം ഷൂട്ട് ചെയ്യാൻ നമ്മുടെ വീട് പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാ. പിന്നെ എനിക്ക് കൊടുക്കാൻ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഫ്രണ്ട് വാർത്തില്ലേ ഇപ്പൊ അതോട് പോയടാ. ഓടിട്ടൊരു പഴയ വീടാ വേണ്ടത്. അതന്നെ ഇതങ്ങനെ 2 തട്ടായിട്ടുള്ള വീട് വേണം, കുറച്ച് മുറ്റം വേണം, ഒരു കിണർ വേണം എന്നൊക്കെ പറഞ്ഞു. അയ്യോ ഇത് അങ്ങനത്തെ വീടാണല്ലേ? 2 തട്ടും അതല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചേച്ചിയുടെ വീടുണ്ട്, നമുക്ക് അത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നേരിട്ട് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയണ്ടേ? ഇത് പഴയ വീടല്ലേ, ഇത് മതിയാവോ? പഴയ വീടാണ് വേണ്ടത്. പുതിയ വീടാണെങ്കിൽ എന്റെ വീട് കൊടുക്കില്ലേ? ദിവസം 10 രൂപ വെച്ച് തരാന്നാ പറഞ്ഞു. 10 രൂപയോ? 10 എന്ന് പറഞ്ഞ 10,000 രൂപ ഒരു ദിവസം. 30 ദിവസത്തിന് വേണം അവർക്ക് ഈ വീട്. 3 ലക്ഷം രൂപ. അങ്ങനെ 3 ലക്ഷം രൂപ എന്നത് 1.5 ലക്ഷം. ഈ നാത്തിന് കണക്കറിയാൻ പാടില്ല. നല്ലോണം കണക്കറിയാം. 1.5 ലക്ഷം ഞങ്ങൾക്ക് പോവില്ലേ? അതെന്താ തർക്കിക്കല്ലേ? ആദ്യം 3 കൈ കിട്ടട്ടെ, എന്നിട്ട് അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. പക്ഷെ അമ്മാവ തീരെ കുറഞ്ഞു പോയി. ഒരു 15 വെച്ച് സുഖമായിട്ട് മേടിക്കാൻ. വിട്ടിത്തരം വളമ്പല്ലേ? അവര് 5 പറഞ്ഞത്, ഞാനത് 10 ആക്കി. 3 കിട്ടണത് കളയല്ലേ? അമ്മാവല്ല ആരും അഭിനയിക്കണേ? ആരെങ്കിലും
ആയിക്കോട്ടെ നമുക്കെന്താ വിശ്വാസം വരില്ല അവനെ. എടാ മമ്മൂട്ടിയാണ് അഭിനയിക്കണത്. മമ്മൂട്ടി അല്ലേ? എന്താ തലച്ചോറിന് മേടിച്ചു കൊടുത്താൽ എന്താ 3 ലക്ഷം അല്ലേ കൈ കിട്ടണേ? എന്നിട്ട് ബാക്കി പിന്നെ അടുത്തുള്ളവരൊക്കെ കാണില്ലടാ, മമ്മൂട്ടി സിനിമാ താരങ്ങളൊക്കെ ഇവിടെ വരില്ലേ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാച്ചിട്ടാണ്. നമുക്ക് ഓക്കെ ആണല്ലോ. ഓക്കെയാണോ? നീ ഇടയിൽ കയറി പ്രശ്നം വല്ലതും ഉണ്ടാക്കുവോ? മമ്മൂട്ടിയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലല്ലോ. എന്നാ നാളെ ഒരു 11 മണിക്ക് ഡയറക്ടറിന് ഈ പ്രൊഡക്ഷൻ കൺട്രോളും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പറ്റില്ല, എന്നാ അവര് വേറെ ഏതൊരു ലൊക്കേഷൻ നോക്കാൻ പോയിരിക്കാം. ഇത് സമ്മതിച്ചാൽ നാളെ വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണ്ട ഇപ്പൊ? നാളെ ഞാൻ ലീവ് എടുക്കേണ്ടി വരില്ല മാവാ. ആളെ അത് നോക്കണ്ട, ആളെ ഓഫീസിൽ പോക്കോ, ഞാനെല്ലാം നോക്കിക്കോളാം. അയ്യോ അത് വേണ്ട. അളിന് ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പണികളില്ലേ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഏൽക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാ. മീറ്റിംഗ് ഇല്ലേ? അത് നമ്മുടെ പാർട്ടി മീറ്റിംഗ്, അത് ലീവ് പറഞ്ഞോളാം. അത് ലീവ് പറയാം. നമ്മളെ വീട്ടിലൊരു ആവശ്യം നടക്കുമ്പോ ഞാൻ ഇവിടെ വേണ്ടേ? അല്ല തർക്കിക്കണ്ട, 2 വീടും വേണല്ലോ. 2 പേരും ലീവ് എടുക്കും, ഇവിടെ ഉണ്ടായിക്കോ. ഓ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നാളെ ഒരു 11 മണിക്ക് അവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ കേട്ടോ? ശരി.